സോ മക്കളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഹാലോ അൽക്കീൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ക്ലോറിൻ, രണ്ട് സൈഡിലും ക്ലോറിനുള്ള ഒരു ഹാലോ അൽക്കീൻ, അതിന് നമ്മൾ എക്സസ് NH3 വെച്ച് റിയാക്ട് ചെയ്യിക്കുന്നു. അതിന് ഫോളോഡ് ബൈ NaOH വെച്ച് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പൊ നമുക്ക് റിയാക്ഷൻ നോക്കാടാ. റിയാക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? CH2 4 times Cl. ഇതിനെ നിങ്ങൾ എന്ത് വെച്ച് റിയാക്ട് ചെയ്യിക്കുന്നു? യു ആർ റിയാക്ടിങ് ഇറ്റ് വിത്ത് എക്സസ് NH3. നിങ്ങൾക്ക് എന്ത് കിട്ടും? CH2, ഇവിടെ ഒരു NH3Cl ഉം ഇവിടെ നിങ്ങൾക്ക് NH3, ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? NH3Cl. NH3Cl നമുക്ക് രണ്ട് സൈഡിലും കിട്ടും. ഈ NH3Cl ആയിട്ട് കിട്ടുന്ന സാധനത്തിന് നമ്മൾ A എന്ന് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദെൻ അതിന് നിങ്ങൾ NaOH വെച്ച് റിയാക്ട് ചെയ്യുക. NaOH വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ക്ലോറിനും 2NaCl ആയിട്ട് പുറത്തു പോകും. ഫോളോഡ് ബൈ OH എന്ത് ചെയ്യും? 2H2 ആയിട്ട് പുറത്തു പോകും. പ്ലസ് ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി നമുക്ക് NH2 CH2 4 times NH2. ദാറ്റ് വിൽ ബി അവർ പ്രൊഡക്റ്റ്. ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെയാണ് മക്കളെ ഏത് ആൻസർ ഇടുക? നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇന്റർമീഡിയറ്റിൽ വന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല ആൻസർ. ആൻസർ വിൽ ബി ഓപ്ഷൻ 2. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു ഓർഗാനിക് റിയാക്ഷൻസ് ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് ഇന്റർമീഡിയറ്റിൽ എന്താണോ പ്രൊഡക്റ്റ് കിട്ടാറ് അതും നമ്മുടെ ആൻസേഴ്സിലൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു.